എല്ലാവർക്കും നമസ്കാരം. മൈ നെയിം ഈസ് റിയാസ്. വെൽക്കം ടു മൈ ചാനൽ റിയാസ് വി ഫോർ യു. നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണല്ലേ. നമ്മളെല്ലാം മനോഹരമായ സ്റ്റാറ്റസുകളും ഇടാറുണ്ട്. അത് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളും മനോഹരമായ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ പലതും നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. സെൻഡ് മീ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയക്കുമ്പോൾ അവരത് നമുക്ക് അയച്ചു തരും. അങ്ങനെയാണ് നമ്മളത് സ്റ്റാറ്റസ് ഇടുന്നത്. എന്നാൽ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്ന ഏത് സ്റ്റാറ്റസും, അത് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും, ഒറ്റ ക്ലിക്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒറ്റ ക്ലിക്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കാനും പറ്റും. എങ്ങനെയാണെന്നില്ലേ? അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്റ്റാറ്റസ് സേവർ വാട്സപ്പ് എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ ചെന്നാൽ ഒരുപാട് സ്റ്റാറ്റസ് സെർവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാനിവിടെ ലിങ്കിൽ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. കാരണം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമ്മുടെ മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ മേളിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും പിന്നെ കുറച്ച് സെറ്റിങ്സും കൂടെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. ആദ്യമേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഡയറക്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അലോക്കേഷൻ ചോദിക്കും. അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സ്റ്റാറ്റസ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അതിൽ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇത് എൻ്റെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലെ ഫോട്ടോസാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പം ഇതിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് എല്ലാം നമുക്ക് അയച്ചിരിക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓൾറെഡി നമ്മുടെ സ്റ്റാറ്റസ് വാച്ച് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഡൗൺലോഡായിട്ട് ഇതിനകത്തേക്ക് വരുള്ളൂ. നമ്മുടെ ഫയൽ മാനേജറിൽ നിന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ അത് കുറച്ച് പ്രൊസീജിയേഴ്സാണ്. ഇതാകുമ്പോഴത്തേക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. നമ്മളിങ്ങനെ നോക്കുക, ഏതെങ്കിലും ഒരു ഫോട്ടോ, ഈ ആനയുടെ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ, എനിക്കിഷ്ടം ഈ ആനയുടെ ഫോട്ടോ. ഇതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും താഴെ ഡൗൺലോഡിൻ്റെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നുണ്ടോ, അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഇറ്റ് സക്സസ്ഫുള്ളി. ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് ഈ ഫോട്ടോ സേവ് ആയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സേവിങ് ഓപ്ഷനുണ്ട്. ഇതിൻ്റെ ഒരു ഗാലറി ഉണ്ട്, അവിടെയും പോയി സേവ് ആയി കിടക്കും. ഇനി ഇതെങ്ങനെ ഷെയർ ചെയ്യാം? ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കിത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിന് തൊട്ട് മേളിൽ കിടക്കുന്ന ഈ ഷെയർ ബട്ടൺ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് പോകും. വാട്സപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ ഇവരുടെ ഒരു പരസ്യവും അതിൻ്റെ ഒരു ലിങ്കും ഉണ്ടാവും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് നമ്മളിങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് സ്മൈലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ സ്റ്റാറ്റസിലേക്ക് പോയി. ഇതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് എങ്ങോട്ടും കൊടുക്കുക. ഈ മേളിൽ കാണുന്ന ഈ ബട്ടണും ഷെയറിംഗ് ബട്ടണാണ്. അത് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇതേപോലെ തന്നെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കണ്ടോ? ഇനി എങ്ങനെ വീഡിയോസ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് വീഡിയോസ്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ വീഡിയോസ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ആയിരിക്കും. ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലോട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാറ്റസ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇത് നമുക്ക് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്ത് ഇതിപ്പോൾ എങ്ങനെ സ്റ്റാറ്റസ് ആക്കാമെന്ന് പറഞ്ഞാൽ അത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസിൽ പ്രസ് ചെയ്യുക, ബട്ടൺ ഓൺ ആക്കുക. അതിനുശേഷം ഈ ഒരു പരസ്യവാചകം നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു.
നമുക്ക് ഇഷ്ടമുള്ള സ്മൈലിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതാനുള്ളതോ എഴുതിയതിന് ശേഷം പോസ്റ്റ് ചെയ്യുക. സിമ്പിൾ. ഇത്രയുമേ ഉള്ളൂ. ബാക്ക് എടുക്കുക. ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പരസ്യങ്ങൾ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, 1 സെക്കൻഡോ 2 സെക്കൻഡ്. അതിനുശേഷം ഈ കാണുന്ന ആരോ ബട്ടൺ പ്രസ് ചെയ്യുക, ഇൻറ്റു മാർക്ക് കൊടുക്കുക. അപ്പം ആ പരസ്യം അങ്ങ് പോകും. ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരും. കാര്യം ഇത് ഫ്രീ ആയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടും സേവ് ചെയ്ത് എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് സേവ്ഡ്. ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത സ്റ്റാറ്റസുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഇതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്യുക. ഇത് കണ്ടോ, നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കും സ്റ്റാറ്റസുകളൊക്കെ സേവ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കും, അവർ അയച്ചു കൊടുത്തിട്ടായിരിക്കും സ്റ്റാറ്റസുകളൊക്കെ ഇടുന്നത്. അത് കാരണം അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അതെ, പോകല്ലേ, ഒരു ചെറിയ വിശേഷമുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് പോവുക. അങ്ങനെയുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. വീഡിയോകളെല്ലാം കാണാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ്, റിയാസ്.